സ്വർണ്ണക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുമ്പോഴാണ് സർക്കാരിനെതിരെ മുസ്ലിം വിരുദ്ധ പ്രചാരണമുണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശങ്ങൾ. മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. എം.ആർ. അജിത് കുമാർ RSS ചർച്ചയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന് RSSനോട് മൃദു സമീപനമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രി വിവാദ പരാമർശം നടത്തുന്നത്. മുസ്ലിം തീവ്ര സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുമ്പോഴാണ് സർക്കാർ മുസ്ലിം വിരുദ്ധമാണെന്ന പ്രചാരണം വരുന്നത്. മലപ്പുറത്ത് 150 കിലോ സ്വർണവും 123 കോടി രൂപ ഹവാലയും പിടിച്ചത് ഇതിനൊരു ഉദാഹരണമാണ്. ഈ പണം ഉപയോഗിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്. ഇത്തരം നടപടിയെടുക്കുമ്പോഴാണ് RSS ബന്ധമെന്ന പ്രചരണങ്ങൾ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി പറയുന്നു. സംഘപരിവാർ ഉന്നയിക്കുന്നതിന് സമാനമായ ആരോപണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മറികടക്കാൻ പുകമറ ഉയർത്തുകയാണോ മുഖ്യമന്ത്രി? അതോ സ്വർണ്ണക്കടത്തും മുസ്ലിം തീവ്രവാദം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സർക്കാർ മുന്നിൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങൾ ഉയരുകയാണ്. മലപ്പുറത്തെ അപമാനിച്ച മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം പറഞ്ഞു. പ്രതിഷേധം ആളിക്കത്തും, യാതൊരു സംശയമില്ല. ഒരു പ്രദേശത്തെ യാഗമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇദ്ദേഹമാണ്. സർക്കാർ നടപടിയെടുത്ത മുസ്ലിം തീവ്ര സംഘടനകളുടെ പേരുകളും അവരുടെ പ്രവർത്തനവും പുറത്തുവിടണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ആവശ്യപ്പെട്ടു. മലപ്പുറം ഫോബിയാണ് മുഖ്യമന്ത്രിക്കെന്ന് MSF പ്രസിഡന്റ് PK നവാസ് പ്രതികരിച്ചു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.